നമസ്തേ. പല സെമിറ്റിക് റിലീജിയൻസ് അല്ലെങ്കിൽ എബ്രഹാമിക് റിലീജിയൻസ് ഒക്കെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ പാപിയാണ് അല്ലെങ്കിൽ ജന്മപാപവും പേറിട്ട് ജനിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ മതം പറയുന്നത് പോലെയുള്ള രീതിയിൽ കുളിക്കുകയോ സ്നാനപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് ചേരുകയുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുകയാണ്. ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിലാണെങ്കിൽ പോലും ഞാൻ പാപിയാണ്, എന്റെ പിഴ എന്റെ പിഴ എന്റെ പിഴ എന്ന് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഞാൻ പാപിയാണ് പാപിയാണ് ഞാൻ പിഴയാണ് എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിനൊരു സ്വഭാവമുണ്ട്, അതങ്ങ് ഏറ്റെടുത്ത് കളയും. അതിന് വകതിരിവില്ലാതെ നമ്മൾ എന്താണോ ബോധപൂർവം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമ്മളുടെ ഒരു ഹാബിറ്റായിട്ട് മാറുന്ന സമയത്ത് റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്ന ഈ സംഗതിനെ ഈ ഉപബോധ മനസ്സ് ഏറ്റെടുത്തിട്ട് ഈ മനുഷ്യൻ ഒരിക്കലും പാപത്തിൽ നിന്ന് മോചിക്കപ്പെടാതെ എന്നേക്കുമായിട്ട് പാപിയായിട്ട് കഴിയുകയാണ്. എന്നിട്ട് ഈ പാപികളുടെ മുന്നിൽ കുറെ വിശുദ്ധന്മാർ വരും. എന്നിട്ട് അവര് പല കാര്യങ്ങൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അവർ പറയും ഞങ്ങളാണ് ഐഡിയൽ ആയിട്ടുള്ള ഏറ്റവും വിശുദ്ധമായിട്ടുള്ള അവസ്ഥയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മളെ മതം പഠിപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണമെന്ന്. അതായത് ഇവനെ പിടിച്ച് കുഴിയിലേക്ക് വലിച്ചിട്ടതിന് ശേഷം തന്നെയാണ് ഇവനോട് അങ്ങ് മുകളിലേക്ക് കയറി ചെല്ലണമെന്നുള്ള പഠിപ്പിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീമിന് ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയാണത്. അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അപകർഷതാബോധത്തിന്റെ ഏറ്റവും വലിയൊരു പങ്കും നമുക്ക് സമ്മാനിക്കുന്നത് നമ്മളുടെ ചുറ്റിനുള്ള ഇത്തരത്തിലുള്ള തെറ്റായ റിലീജിയസ് ടീച്ചിങ്സ് അല്ലെങ്കിൽ പ്രബോധന രീതികളാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പാപിയല്ല, നമ്മൾ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ, സൃഷ്ടാവ് നമ്മളെ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ സൃഷ്ടികർമ്മം നടത്തിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചെറുതാണെങ്കിലും ചില കഴിവുകൾ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പാപിയല്ല. വി ആർ ലൈക്ക് ഏഞ്ചൽസ് ഓർ എബോവ് ദാറ്റ്. നമ്മൾ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായിട്ട് മാറുന്ന സമയത്ത് നമ്മൾ ആ ദൈവികതയെ തിരിച്ചറിയാനായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രാചീന ഭാരതീയ ദർശനങ്ങൾ. പ്രാചീന ഭാരതത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി അഹം ബ്രഹ്മാസ്മി തത്വമസി, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നമസ്തേ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന സമയത്ത് വരെ ദ ഡിവൈൻ ഇൻ മീ ഓണേഴ്സ് ദ ഡിവൈൻ ഇൻ യു എന്നാണ് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പൂർവികർ ഇതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വിശ്വാസങ്ങൾ പൈശാചികമാണെന്നും തെറ്റായ രീതികളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും, അല്ലെങ്കിൽ പാഗൻ ബിലീഫ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് മറ്റു ചിലർ അധിനിവേശം ചെയ്തവർ എന്ത് ചെയ്തു, നമ്മുടെ മേലേക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ അപകർഷതാബോധത്തിന്റെ നിഴലിൽ ജീവിക്കാനായിട്ട് വിധിക്കപ്പെടുക. കളക്റ്റീവായിട്ട് ഈ ഒരു അപകർഷതാബോധത്തിന് അടിപ്പെട്ടുകൊണ്ടാണ് ഒരുപാട് ജനറേഷൻസ് കഴിഞ്ഞ് അതിനെ സർവൈവ് ചെയ്ത് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ പോലും ചിലർക്ക് അവരായിരിക്കുന്നതായിട്ടുള്ള ആ വിശ്വാസത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ മനസ്സിനൊരു വിഷമവും ഒരു ഭയവും ഉണ്ടാവും. പേടി കൊണ്ടാണ് നിങ്ങൾ മാറി ചിന്തിക്കാത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായ പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സത്യത്താൽ ഒന്ന് തകർക്കപ്പെടുന്നുണ്ടെങ്കിൽ, സത്യം വെളിച്ചമാണ്, ലൈറ്റ്, അത് ദൈവികമായിട്ടുള്ള അംശമാണ്, അതുകൊണ്ടൊന്ന് തകർക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് തകർക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് മതങ്ങൾ സമ്മാനിച്ചതും ജീവിതത്തിലൂടെ വളർന്നു വരുന്ന, എസ്പെഷ്യലി കുട്ടിക്കാലത്ത് നിന്ന് പിന്നെ ടീനേജ്, അങ്ങനെ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ വളർച്ചയുടെ പാതയിലൂടെ നമ്മൾ സംശീകരിച്ചിരിക്കുന്ന പല അനുഭവങ്ങളും പല ആക്ഷൻസും റിയാക്ഷൻസും നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടിയ പല കാര്യങ്ങളും എല്ലാം കൂടെ കൂടിച്ചേർന്ന് നമ്മൾ അപകർഷതാബോധത്തിന്റെ ഒരു എസൻസ് ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത്. മോസ്റ്റ് ഓഫ് പീപ്പിൾ, ഒരുപാട് ആളുകൾ ഇന്ന് അപകർഷതാബോധത്തിന്റെ നിഴലിൽ അല്ലെങ്കിൽ അതിന്റെ പിടിയിൽ നിൽക്കുകയാണ്. അവർക്ക് മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല. അപകർഷതാബോധമാണ്. ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള പ്രാപ്തി എനിക്കുണ്ടോ, എനിക്കതിനുള്ള കഴിവുണ്ടോ, ഞാൻ പാപിയും തെറ്റുകാരനും പിഴച്ചവനുമാണല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്ക് അടുത്ത ഒരു ലെവലിലേക്ക് പോകാനായിട്ട് സാധിക്കുക? ഉപബോധ മനസ്സ് തന്നെ അവനെ പിടിച്ചു വലിച്ച് താഴെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെയാണ് നമ്മൾ റവല്യൂഷണറിയെ പോലെ ചിന്തിക്കുന്നത്. വിപ്ലവകരമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ ചിന്തയെ റിഫോം ചെയ്തെടുക്കുന്ന സമയത്ത് യു ആർ ലൈറ്റ് ബീയിങ്സ് എന്നുള്ളതും ദൈവത്തിന്റെ സത്യത്തിന്റെ വെളിച്ചത്തിന്റെ സൃഷ്ടികളാണ് എന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ലോ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ അപകർഷതാബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായിട്ടുള്ള ആത്മീയവും മനഃശാസ്ത്രപരവും അതുപോലെ തന്നെ സാമൂഹികവും ഒക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എങ്ങനെ അതിലേക്ക് നയിക്കപ്പെട്ടു, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് നമ്മൾ അതിൽ തുടരുന്നു, എങ്ങനെ നമുക്കൊരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് വിജയത്തിലേക്കും ആത്മീയമായിട്ടുള്ള ഗ്രോത്തിലേക്കും പോകാനായിട്ട് സാധിക്കും. ഈ ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ വളരെ സ്പീഡിൽ ടച്ച് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപകർഷതാബോധം അല്ലെങ്കിൽ ലോ സെൽഫ് എസ്റ്റീമിന് നമ്മുടെ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് നമ്മൾക്ക് കിട്ടിയിരുന്നതായിട്ടുള്ള മുറിവുകൾ, അത് ചിലപ്പോൾ പേരൻസിൽ നിന്നായിരിക്കാം, സഹോദരങ്ങളിൽ നിന്നായിരിക്കാം, ബന്ധുക്കളിൽ നിന്നായിരിക്കാം, ചുറ്റുപാടുകളിൽ നിന്നായിരിക്കാം.
അത്തരത്തിലുള്ള മുറിവുകൾ നമ്മളെ ലോ സെൽഫ് എസ്റ്റീമിലേക്ക് കൊണ്ടുപോകാനായിട്ട് വലിയ റോള് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം. സോ ആ ഇന്നർ ചൈൽഡിനുണ്ടായിരിക്കുന്ന മുറിവുകൾ, അല്ലെങ്കിൽ നമ്മൾക്ക് കുട്ടിക്കാലത്ത് നമുക്കുണ്ടായിരുന്ന മുറിവുകൾ, ആ മുറിവേറ്റ ആ ചൈൽഡ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതിനെ ഹീല് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ടുള്ള ആസ്പെക്ട് എന്താണെന്നുള്ളത് നോക്കാം. പേരന്റിങ്ങിന്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതായത് ചില മാതാപിതാക്കൾ കുട്ടികളെ വല്ലാതെ വിമർശിക്കും. രണ്ട് കാരണങ്ങളുണ്ട് അതിന്. ഒന്ന്, ഈ മാതാപിതാക്കൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേരന്റിങ് ആണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത്, ഇവർ കുട്ടി അവരുടെ എക്സ്പെക്ടേഷനിലേക്ക് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യുകയാണ്. അതായത് അവരെ എപ്പോഴും വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ എന്നെ പോലെ ആയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനമാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേരന്റ് നടത്തുന്നതെങ്കിൽ, കുട്ടി വിജയത്തിലേക്ക് എത്തട്ടെ എന്നുള്ള രീതിയിലും ചില പേരന്റ്സ് എപ്പോഴും അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. ഈ ക്രിറ്റിസിസം, ഈ വിമർശനം കുട്ടിക്കാലം തൊട്ടേ കേട്ട് വളരുന്ന സമയത്ത് ഈ കുട്ടിക്ക് അത് വലിയ ആഘാതം സൃഷ്ടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് ബൗദ്ധികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടൊക്കെ ഉള്ള ഒരു കരുത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഈ കാര്യങ്ങളെ പൊട്ടിച്ച്, അല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത്, ഇതിനെ ഓവർകം ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ ഇത് രണ്ടാമത്തെ ഒരു കാരണമാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പേരൻസും ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ സ്വയവും ചെയ്യാറുണ്ട്. കമ്പാരിസൺ വിത്ത് അതേഴ്സ്. അയലത്തെ വീട്ടിലെ കുട്ടി ഇവനേക്കാൾ ബെറ്റർ ആണ്, അല്ലെങ്കിൽ ഇവളേക്കാൾ ബെറ്റർ ആണെന്നുള്ള ആ ഒരു വർത്തമാനവും, അല്ലെങ്കിൽ എന്നേക്കാൾ ബെറ്റർ ആണ് എൻ്റെ ക്ലാസ്സിലെ ഇന്ന ആൾ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയും ഈ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യനും ഒരുപോലെയുള്ള ആൾക്കാരല്ല. എനിക്കില്ലാത്ത കഴിവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും, നിങ്ങൾക്കില്ലാത്ത കഴിവുകൾ എനിക്കുണ്ടായിരിക്കാം. പക്ഷെ ഇത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടല്ല ഈ ടാലൻസ് കൊടുക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ബ്രെയിൻ, അതുപോലെ തന്നെ നമ്മളുടെ ഈ ലൈഫ്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ശരീരവും ജെനറ്റിക്സും ഫിംഗർ പ്രിന്റും കൃഷ്ണമണിയും ഒക്കെ വ്യത്യസ്തമായിട്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ടാലൻസും ഡിഫറെന്റ് ആണ്. എല്ലാവരും ഒരുപോലെ ആയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഈ വ്യത്യസ്തതകളെ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു ആനയും ആടിനെയും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. രണ്ടും വ്യത്യാസമുണ്ട്, രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. ഒന്നും ചെറുതും വലുതുമല്ല. അതുപോലെ തന്നെയാണ് വൃക്ഷങ്ങളുടെ കാര്യത്തിലേക്കും, പ്രകൃതിയിൽ എവിടെ നോക്കിയാലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. അപ്പൊ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ പർപ്പസ് കണ്ടെത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ കമ്പാരിസൺ വളരെ വലിയൊരു പ്രശ്നമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ മതങ്ങൾ കുത്തിവെക്കുന്നതായിട്ടുള്ള കുറ്റബോധം. മതങ്ങൾ മാത്രമല്ല, നമ്മുടെ ചുറ്റിനുമുള്ളതായിട്ടുള്ള സ്പിരിച്വൽ നാർസിസ്റ്റുകൾ, ഞങ്ങൾ പെർഫെക്റ്റ് ആണ്, ബാക്കിയുള്ള ആൾക്കാരൊന്നും തികഞ്ഞതല്ല, ഞങ്ങൾ ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനത്തെ കഴിവുകളൊന്നുമില്ല, ഞങ്ങൾക്ക് ഈ കഴിവുണ്ട്, ഞങ്ങൾ തരുന്ന അനുഗ്രഹം ഒരു ഭിക്ഷയായിട്ട് സ്വീകരിച്ചുകൊണ്ട് വളരുക എന്നുള്ള ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മളുടെ ചുറ്റിനുമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മുടെ ചുറ്റുപാടിനുള്ള ആൾക്കാരും ഒക്കെ നമ്മളെ പല സമയത്ത് ഒരു കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളും ചിലപ്പോൾ കുറ്റബോധം ഏറ്റെടുത്ത് നമ്മളുടെ തലയിലും നെഞ്ചത്തും വെച്ച് നടക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. അപ്പൊ ഈ കുറ്റബോധം എന്ന് പറയുന്ന സംഗതി, ഗിൽറ്റ് ഫീലിംഗ്, നമ്മളെ ഈ പറയുന്ന ലോ സെൽഫ് എസ്റ്റീമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ സൃഷ്ടാവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ വിട്ടുപോയി എന്ന് തോന്നുന്ന ചില സമയങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് സ്പിരിച്വൽ കണക്ഷൻ ലൂസായി എന്ന് തോന്നുന്ന ചില സമയങ്ങൾ ഉണ്ടായിരിക്കും. ഈ സമയങ്ങളിലും നമ്മളെ കുറ്റബോധം അലട്ടാറുണ്ട്. ഇത് നമ്മളുടെ പ്രവൃത്തി കൊണ്ട്, നമ്മളുടെ നോൺ ആയിട്ടുള്ള ഒരു ആക്ഷനും കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളൊരു തെറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ക്രിയേറ്ററുമായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ടായതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. അതേ സമയത്ത് അൺനോൺ റീസൺസ് കൊണ്ടും ഉണ്ടാകാറുണ്ട്. അതിന്റെ കാരണം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിന്റെ കാരണം നമുക്ക് അപ്രാപ്യമാണ്, അറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മളുടെ വിശ്വാസത്തെ നമ്മൾ തന്നെ ബ്രെയിൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവസ്ഥകളായിരിക്കാം. നമ്മുടെ ചുറ്റിനുള്ള ആളുകളുടെ പല സംസാരങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ഇടർച്ചകളും വീഴ്ചകളുമായിരിക്കാം. ആ അവസരങ്ങളിലൊക്കെ നമുക്ക് ഒരു കണക്ഷൻ ലോസ് ചെയ്തതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. സയൻസ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പിരിച്വാലിറ്റിക്ക് ബദലായിട്ട് സയൻസ് വെക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള വിഡ്ഢികളുടെ ടീച്ചിങ്സും ഒക്കെ നമുക്ക് ഇങ്ങനെ നമ്മൾക്ക് ഇടർച്ച ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ എപ്പോഴും നമ്മളുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസസിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രപഞ്ചം നമുക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ള സിങ്ക്രോണിക് ആയിട്ടുള്ള അടയാളങ്ങളിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള നമ്മളുടെ അനുഗ്രഹങ്ങളിൽ നോക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളൊരു വിശ്വാസിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്രിയേറ്റർ ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നുകയാണെങ്കിൽ പോലും നമ്മുടെ പർപ്പസ് എന്താണ്, കർമ്മം എന്താണ്, ആ കർമ്മത്തിലൂടെ നമുക്ക് ഈ പറയുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ മീനിങ് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. അതിലൂടെ നമുക്ക് ഈ ഒരു അവസ്ഥയെ മറികടക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള റിജക്ഷൻ, അത് ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ സംഘങ്ങളിൽ നിന്നോ ഒക്കെ ആയിരിക്കും. ആ സമയങ്ങളിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ലോ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഒരു അപകർഷതാബോധം തോന്നാനുള്ള സാധ്യതയുണ്ട്. മതങ്ങളിൽ ഈ പറയുന്ന സ്പിരിച്വൽ നാർസിസ്റ്റുകളാണ് ഇത്തരത്തിൽ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്താനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആത്മീയതയിലേക്ക് വരുന്ന സമയത്ത്, മതത്തിനപ്പുറത്താണ് ആത്മീയത എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് നമുക്ക് ഏത് മതത്തിൽപ്പെട്ടവനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറയുന്ന വർഗീയവാദവും തീവ്രവാദവും പോലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മതത്തിന്റെയും ഭാഗമല്ല. വ്യക്തികൾ തെറ്റായ രീതിയിൽ കാര്യങ്ങളെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അത്തരത്തിലുള്ള ആസ്പെക്ട്സ്, ഈ വ്യക്തികൾ തെറ്റായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ മതഗ്രന്ഥങ്ങളിൽ പോലും മനുഷ്യനിവേശിതമായിട്ടുള്ള കാര്യങ്ങളെ ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയാത്ത ആളുകളാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പാതകളിലൂടെ മറ്റുള്ളവരെ സഞ്ചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ കാലം കഴിയാറായി. അതിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അണയുന്നതിന് മുമ്പ് അത് അങ്ങളി കത്താതെ അത് അണഞ്ഞു പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിച്ചുകൊണ്ട് ഈ മതത്തിന്റെ ഈ ജഡ്ജ്മെന്റ്, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു അന്തിമ വിധി വരും, അപ്പൊ അതുവരെ നിങ്ങൾ ഉറങ്ങിക്കിടക്കുക എന്ന് പല മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ അന്തിമ വിധി വരുന്ന സമയം വരെ ഈ ഭൂമിയിൽ ഈ കഷ്ടപ്പെട്ടും സഹകരിച്ചും ജീവിച്ച സാധാരണക്കാരനോട് ഉറങ്ങിക്കിടക്കാനായിട്ട് പറയുകയാണ് ചില ആളുകൾ. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം എന്നുള്ളത് നിങ്ങൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ തെറ്റുകാരാണെന്നുള്ള രീതിയിൽ ഈ ജഡ്ജ്മെന്റിന് വേണ്ടി അർഹതയില്ലാതെ യാചിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്ന സമയത്ത് ഒരു പിതാവ് അവന്റെ മകനെ സാധാരണഗതിയിൽ അവന്റെ മുന്നിൽ വന്ന് യാചിക്കാൻ പറയാറില്ല. അതുപോലെയാണ് ദൈവവും നമ്മൾ തമ്മിലുള്ള ബന്ധം ഉണ്ടായിരിക്കേണ്ടത്. ഈ സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ യാചിക്കേണ്ട കാര്യമില്ല, നമ്മുടെ അവകാശമാണ്. നമ്മളെ ഒരുവൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ, അത് നമ്മളുടെ അവകാശം, നമുക്ക് കിട്ടേണ്ട ഒരു സംഗതി തന്നെയാണ്. അപ്പൊ അത്രയും ഈസി ആയിട്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ സൃഷ്ടാവിന്റെ മുന്നിൽ ഒരു മനുഷ്യനും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയ്ക്ക് കയറി നിന്നുകൊണ്ട് ചില വ്യക്തികൾ നടത്തുന്ന നാടകങ്ങൾ അവരുടെ ഉപജീവന മാർഗം മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഒരു വ്യക്തിയുടെ ആവശ്യമില്ല, ഒരു ഗുരുവിന്റെയോ ഒരു പുരോഹിതന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആളുടെ ഒന്നും ഒരു ആവശ്യവുമില്ല. നിങ്ങൾ സൃഷ്ടാവും തമ്മിലുള്ള കണക്ഷൻ ഡയറക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുന്ന സമയത്ത് സൃഷ്ടാവിൽ നിന്ന് വരുന്ന സത്യം, ഈ പറയുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റിലീജിയസ് ടെക്സ്റ്റുകളിൽ ഈ പറയുന്ന പതിരും നെല്ലും നമുക്ക് ഈസി ആയിട്ട് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ മനുഷ്യൻ നെല്ലും പതിരും തിരിച്ചറിയാത്ത പോലെ ഒരു മെസ്സപ്പായിട്ടുള്ള അവസ്ഥയിൽ മനുഷ്യനെ ഇടുക എന്നുള്ളത് ചില ആൾക്കാരുടെ ഉദ്ദേശമാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ചൂഷണം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ചൂഷണത്തിൽ നിന്ന് മറികടക്കണമെങ്കിൽ മതത്തിന്റെ അന്ധതയിൽ നിന്ന് മറികടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അന്തിമ വിധിനാളിനെ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഇതൊക്കെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ള രീതിയിൽ മതങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളും ആ തെറ്റിന്റെ പാതയിലേക്ക് പോകുന്നതിന് പകരമായിട്ട് നമ്മൾ പോസിറ്റിവിറ്റിയിലൂടെ, വെളിച്ചത്തിലൂടെ, നന്മയിലൂടെയാണ് ഇതിനോടൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടതും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ നന്മയുടെ ട്രാക്കിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആ സമയത്ത് ഓരോ വ്യക്തികളും ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ട് കാര്യങ്ങൾ ഓടും എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. അപ്പം മതം ഉപയോഗിച്ച് മറ്റൊരുത്തനെ ഭരിക്കേണ്ടതായിട്ടുള്ള അവസരം വരുന്നില്ല. ഒരു കാലഘട്ടത്ത് മതം ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ലീഗൽ സിസ്റ്റം ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരിക, സയന്റിഫിക് ആയിട്ടുള്ള അതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റം. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ മോഡേൺ ടൈമിൽ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് സയൻസിന് മാത്രം സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ആത്മീയമായിട്ടുള്ള പാതയിലൂടെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭൗതികമായിട്ടും ആത്മീയമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഈ ലോകത്തിലും ഇതിനപ്പുറത്തേക്കുള്ള തലങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയർന്നു പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. മരണശേഷം നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നതായിട്ടുള്ള എനർജി അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ഈ ജന്മത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അടുത്ത തലങ്ങളെക്കുറിച്ച് നമ്മൾ അവെയർ ആകുകയാണ്, നമ്മളെ ബോധത്തിനെ വികസിപ്പിക്കുകയാണ്, നമ്മുടെ അറിവും ജ്ഞാനവും വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ റലത്തിലേക്ക് പോകുന്ന സമയത്ത് കടലിലേക്ക് ചാടുന്നതിന് മുമ്പ് കടലിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് പോലെ അതിന്റെ ആഴവും ഒഴുക്കും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പിന്നീട് എറ്റേണൽ ആയിട്ടുള്ള വേൾഡിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ കോൺഷ്യസ്നെസ്സിന്, നമ്മുടെ ഈ ജഡിക ശരീരം നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ബോധപൂർവം തുഴഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ വരാനിരിക്കുന്ന ജഡ്ജ്മെന്റിനെ അല്ല നമ്മൾ പേടിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ കർമ്മത്തിന്റെ ഈ എഫക്റ്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സൽക്കർമ്മം ചെയ്യുന്ന സമയത്ത് പോസിറ്റിവിറ്റി തിരിച്ചു വരുന്നു. ഇതൊരു സയന്റിഫിക് ലോ ആണെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എടുത്തു മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്മയിലൂടെ പോകാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും നോക്കുന്ന സമയത്ത് വിജയിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും തെറ്റിന്റെ പാതയിലൂടെ. അത് താൽക്കാലികം മാത്രമാണ്. അവർക്ക് ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിലും അതിനുശേഷം അത് ലഭിക്കും. ഇതൊരു പേടിപ്പിക്കലിന്റെ പറയലല്ല, ഒരു ലോജിക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഭാരതീയ ദർശനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. മതങ്ങൾക്കപ്പുറത്തോടെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വെളിച്ചം കിട്ടുമെന്നുള്ളതാണ്. ഈ മതങ്ങളൊക്കെ ഇത്രയും കാലം ഇങ്ങനെ ആയിട്ടും മനുഷ്യരാശിയുടെ അവസ്ഥ എന്ന് പറയുന്നത് എത്തിക്സും മൊറാലിറ്റിയും ഡിക്ലൈൻ ആയിക്കൊണ്ടും ഭൗതികമായിട്ടുള്ള ആസ്പെക്ട്സിൽ പോലും
ശോഷിച്ചുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മേഖലയിൽ എവിടെയോ ഒരു വളർച്ച അബ്നോർമലായിട്ട് മോഡേണൈസ് ആകുന്ന ചില കാര്യങ്ങൾ വളരുന്നുണ്ടെന്നല്ലാതെ സസ്റ്റൈനബിൾ ആയിട്ട് അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ഇന്ന് വേണ്ടതായിട്ടുള്ള ആസ്പെക്ട്സ് അവന് ലഭിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇത്രയും ആളുകളുള്ള ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഭൂരിപക്ഷം ആളുകൾക്കും ഇന്ന് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്നേഹം എന്ന് പറയുന്ന കാര്യം, സഹാനുഭൂതി എന്ന് പറയുന്ന കാര്യം, എമ്പതൈസ് ചെയ്യാനും ഒന്നും ഇന്ന് മനുഷ്യന് സമയമില്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സേക്രഡ് സ്ക്രിപ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ടെക്സ്റ്റുകളുടെ ടീച്ചിങ്സ് അത് തെറ്റായിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ടീച്ചിങ്സിനെ തെറ്റായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് തുല്യമാണ് ഈ ചോദ്യങ്ങൾ, ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നതും അവൻ അതിന്റെ ഉത്തരം കിട്ടാതെ വരുന്ന അവസ്ഥയിലും അവന് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അപകർഷതാബോധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് അവന് സ്പിരിച്വാലിറ്റിയുടെയോ അല്ലെങ്കിൽ അവന്റെ എക്സിസ്റ്റൻസിന്റെയോ ഒന്നും റിയൽ ആയിട്ടുള്ള മീനിങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ്, ആത്മീയതയിൽ ഇന്ന രീതിയിൽ ഉയർന്നു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കണം, അത്തരത്തിലുള്ള തെറ്റായ ടീച്ചിങ്സും അത്തരത്തിലുള്ള തെറ്റായ എക്സ്പെക്ടേഷൻസും അവന്റെ ജീവിതത്തിൽ ആത്മീയതയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അവൻ ഇച്ഛിക്കുന്നതായിട്ടുള്ള നന്മയല്ല, അവൻ ഇച്ഛിക്കാത്ത തിന്മയാണ് അവനിൽ നിന്ന് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ മനുഷ്യന് സെൽഫ് എസ്റ്റീമിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ ടെസ്റ്റ് ഫേസിനെയൊക്കെ തരണം ചെയ്തു പോകുന്ന സമയത്ത്, ഇതൊരു യാത്രയാണ്, ഈ യാത്രകളെ സംബന്ധിച്ചിടത്തോളം വഴിയിലെ തടസ്സങ്ങളും വളവുകളും തിരിവുകളും ഒന്നും അവസാനിക്കുന്നില്ല. ഒന്ന് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്ത് അടുത്തത് പ്രത്യക്ഷപ്പെട്ടേക്കാം. പക്ഷെ ആ യാത്രയെ അതുകൊണ്ട് നമ്മൾ ആ ഒരു അഡ്വഞ്ചറസ് സ്പിരിറ്റോട് കൂടി നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ അപകർഷതാബോധം ഉണ്ടാക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് മറികടക്കാനാകുമെന്നുള്ള മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയാനായിട്ട് പോവുകയാണ്. ഒന്നാമതായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ, എനിക്കതുണ്ട്, എനിക്കത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു, നേരത്തെ പറഞ്ഞ കാരണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആണോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ളതാണോ? അപ്പൊ എനിക്കതുണ്ട്, ഈ കാരണങ്ങൾ കൊണ്ടാണ് എനിക്കിത് ഉണ്ടാകുന്നത് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ മുകളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന്റെ മുകളിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ കീഴ്പ്പെടുത്താനായിട്ടും സാധിക്കും. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, നമുക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സെൽഫ് കമ്പാഷൻ വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ നമ്മളെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യത്തില്ല. എൻ്റെ ഗുണങ്ങളെ എനിക്ക് തിരിച്ചറിയാനോ എൻ്റെ കുറവുകളെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനോ സാധിക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? സെൽഫ് കമ്പാഷൻ. എനിക്ക് ഇന്ന കുറവുണ്ടെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവനവനോടുള്ള സ്നേഹം, എൻ്റെ പോസിറ്റിവിറ്റീസും നെഗറ്റിവിറ്റീസും ഒക്കെ ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്ത് നോക്കുക. പക്ഷേ ചില സമയത്ത് വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ നെഗറ്റീവ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്. എന്നാലും ഒരു പോസിറ്റിവിറ്റി എങ്കിലും ഇല്ലാത്തൊരു മനുഷ്യനും ഈ ലോകത്തിലില്ല. അപ്പൊ ആ ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ മുകളിലേക്ക് പോകുവാനായിട്ട്. അപ്പൊ സെൽഫ് കമ്പാഷൻ, സെൽഫ് ലവ്, അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് വളരെ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളാണ്. ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ലോ സെൽഫ് എസ്റ്റീമിനെ മറികടക്കാനായിട്ട് സഹായിക്കും. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ ബിലീഫ്സിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെറുപ്പകാലം തൊട്ടേ പഠിച്ചു വന്നതായിട്ടുള്ള മതപ്രബോധനങ്ങളെ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. പുറത്തിറങ്ങി ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സിൽ കൂടെ കടന്നു പോവുക, നമ്മുടെ ലോജിക് അവിടെ ഉപയോഗിക്കുക. ഒരു ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടു എന്ന് കരുതി ഒരു കാര്യം പരമമായിട്ടുള്ള സത്യമാകുന്നില്ല. അപ്പൊ അതിൻ്റെ ഉള്ളിലത്തെ പിറ്റ്ഫാൾസ്, വീഴ്ചകൾ എന്താണെന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് നമുക്ക് സർവേശ്വരൻ നമുക്ക് ബോധം തന്നിരിക്കുന്നത്. ആ ബോധം ഉപയോഗിച്ചുകൊണ്ട് ദൈവനിവേശിതമായിട്ടുള്ള മുത്തുകൾ മാത്രം പെറുക്കിയെടുക്കുക, ആ വജ്രങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. അതിന്റെ വെളിച്ചമാണ് പിന്നെ നമ്മളെ മുന്നോട്ട് നയിക്കുക. തെറ്റായ പ്രബോധന രീതികളെ മറികടക്കുവാനായിട്ട് വേറൊരു വ്യക്തിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ ഈ പറയുന്ന സ്ക്രിപ്റ്റേഴ്സിൽ കൂടെ ഗോ ത്രൂ ചെയ്യുന്നതാണ്. അപ്പൊ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യനായിട്ട് പിറന്ന എല്ലാ ആൾക്കാരെയും സഹോദരി സഹോദരന്മാരായിട്ട് കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്നതായിട്ടുള്ള ആസ്പെക്ട്സ് ഏതൊക്കെയാണ്, സ്നേഹത്തിലും സത്യത്തിലും വെളിച്ചത്തിലും അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, ദൈവത്തിന്റെ സ്വരം നമുക്ക് ശ്രവിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞ് ധ്യാനത്തിലൂടെയും അതുപോലെ നമ്മളുടെ മനസ്സിൽ നിന്നുള്ള ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് റിഫ്ലക്ഷൻ, ഇവയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മതങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചതായിട്ടുള്ള അപകർഷതാബോധത്തിനെ മറികടക്കാനായിട്ട് സാധിക്കും.
ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെറുപ്പകാലത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള അപകർഷതാബോധം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ബേസിൽ കിട്ടിയതായിട്ടുള്ള ബയോ സൈക്കോ സോഷ്യൽ റീസൺസിന്റെ ബേസിൽ കിട്ടിയതായിട്ടുള്ള അപകർഷതാബോധത്തിനെ ഒക്കെ നമുക്ക് ഒരു പരിധി വരെ മറികടക്കാനായിട്ട് സാധിക്കും. എത്ര കണ്ട് മുകളിലേക്ക് പോവുകയാണെങ്കിലും തടസ്സങ്ങൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടേക്കാം. ആ തടസ്സങ്ങളെ തരണം ചെയ്തു പോവുക എന്നുള്ളത് ഈ യാത്ര തന്നെയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് ആത്മീയതയിലും അല്ലെങ്കിൽ ജീവിതത്തിലും നമുക്ക് വിജയമുണ്ടാകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരുന്ന സമയത്ത് മാത്രമാണ് ചിലപ്പോൾ അവിടെ ഒരു ബയോളജിക്കൽ കോസ്, നമ്മളുടെ ബ്രെയിൻ അതിന്റെ ഇലക്ട്രോ കെമിക്കൽ സിഗ്നലിങ്ങിന്റെ ഒക്കെ ഫലമായിട്ട് നമുക്ക് ചിലപ്പം ഭയങ്കരമായിട്ടുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള അവസരങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വിദഗ്ധനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞന്റെ സഹായം ആവശ്യപ്പെടുന്നതിൽ ഒരു തെറ്റും ഒരു കുറവുമില്ല. അതുപോലെ തന്നെ ആത്മീയ ഗുരുക്കന്മാരെ അന്വേഷിക്കുന്ന സമയത്തും ആര് പറയുന്ന കാര്യമാണെങ്കിലും ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടതും നമ്മുടെ ഒരു ആവശ്യമാണ്. നമുക്ക് നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്കൊരു മനഃശാസ്ത്രജ്ഞന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ലോ സെൽഫ് എസ്റ്റീമിനെ ഒരു ചവിട്ടുപടിയാക്കിക്കൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറിപ്പോകാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യങ്ങൾ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് ഒരു പോയിന്റെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കേട്ട കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിലൂടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ.